ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 3 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകളാണ്. TPA 311 T2 ഭാഗത്തിൽപ്പെടുന്ന 3 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകൾ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 ബോർഡുകൾ പരിചയപ്പെട്ടിരുന്നു. ഒരു 5.1 പ്രൊലോജിക് ബോർഡും അതിനോടൊപ്പം തന്നെ കുമാർ റോഡ്സിൻ്റെ ഒരു മോണോ ബോർഡും. അപ്പോൾ ഈ ബോർഡുകളെല്ലാം യൂസ് ചെയ്ത് നമ്മൾ 5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 3 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകൾ കൂടി റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യുന്നത് സിംഗിൾ IC മോണോ ബോർഡാണ്. ഏകദേശം 100 വാട്ട്സ് RMS 4 ohmസിലും അതുപോലെ തന്നെ 60 വാട്ട്സ് RMS 8 ohmസിലും ലഭിക്കുന്ന സിംഗിൾ IC മോണോ ബോർഡാണിത്. ഇതിൻ്റെ ഫസ്റ്റ് പിന്ന് വരുന്നത് ഓഡിയോ ഇൻപുട്ടാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഗെയിനറും കൊടുത്തിട്ടുണ്ട്. പിന്നീട് കാണുന്ന അതിൻ്റെ പവർ ഇൻപുട്ടാണ്. ഏകദേശം 24 വാൾട്ട് 5 ആംപിയർ നമുക്കിതിന് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ്. പിന്നെ ഇതിന് ഹീറ്റ് സിങ്ക് വരുന്ന വളരെ ചെറിയൊരു ഹീറ്റ് സിങ്കാണ്. പിന്നെ സോൾഡറിംഗ് അകത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോൾഡറിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റീരിയോ ബോർഡാണ്. ഏകദേശം 200 വാട്ട്സ് 4 ohmസിനും അതുപോലെ തന്നെ 120 വാട്ട്സ് 8 ohmസിനും കിട്ടുന്ന സ്റ്റീരിയോ ബോർഡാണിത്. പവർ ഇൻപുട്ട് കൊടുക്കുന്ന ഈ വശത്തായിട്ടാണ് 24 വാൾട്ട് 5 ആംപിയർ വരെ നമുക്കിതിന് കൊടുക്കാൻ സാധിക്കും. എല്ലാ പവർ സപ്ലൈ കൊടുക്കുവാൻ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ വശത്തായിട്ടാണ്. അതിനോടൊപ്പം തന്നെ 2 ഗെയിനറും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗെയിനറാണത്. അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ഓഡിയോ ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് നമ്മൾ കാണുന്നത് ഓഡിയോ ഔട്ട്പുട്ടാണ്. ഓഡിയോ ഔട്ട്പുട്ട് സെക്ഷനാണ്. പ്ലസ് ആൻഡ് മൈനസ് അത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോൻ്റെ 2 ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലാസ് ഡി ആംപ്ലിഫയറെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല പവർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ കുറവായതുകൊണ്ട് ഇതിന് അത്യാവശ്യം ഹീറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് വളരെ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നതിന് കാരണം. അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറുകളുടെ വേറൊരു പ്രത്യേകതയാണ് ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. വളരെ ചെറിയ സ്പേസ് വരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചെറിയൊരു ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ പവർ സപ്ലൈ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വളരെ ചെറിയൊരു സ്പേസ് നമുക്കിത് അറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിൽ തന്നെയും ഈ ആംപ്ലിഫയറിന് കുറച്ച് പോരായ്മകളുണ്ട്. അതായത് ഇത് സർവീസ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതായത് SMD കമ്പോണൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സർവീസിങ് വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ആംപ്ലിഫയർ ബോർഡുകൾ നമുക്ക് കളയാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ നമ്മൾ പറഞ്ഞ 5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തിയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഓൺ ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ മാത്യു സൈനിങ് ഔട്ട്.